ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റിക്കൽ മേക്സ്. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റിക്കി നോട്ട്സ് ആണ്. അതിനായിട്ടൊരു A4 ഷീറ്റിൽ ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ച് എടുത്തിട്ടുണ്ട് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 8 പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സൈസ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇതിനേക്കാളും ചെറുതാക്കി നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ സൈസ് കൂട്ടി നമുക്ക് എടുക്കാം. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലെടുത്തത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ. എന്നിട്ട് ഞാനൊരു കാർഡ്ബോർഡിലാണ് ഇത് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കാർഡ്ബോർഡിൻ്റെ സൈസ് മാച്ചാണോ എന്ന് നോക്കി, കാരണം കാർഡ്ബോർഡ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വച്ചിരുന്നതായിരുന്നു. എന്നിട്ട് കാർഡ്ബോർഡിൻ്റെ 2 സൈഡിലും ഞാനൊന്ന് ഗ്ലൂ തേച്ചിട്ട് നമ്മളുടെ വൈറ്റ് പേപ്പർ അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാർഡ്ബോർഡിൻ്റെ അഭംഗിയൊക്കെ ഒന്ന് പോയി കിട്ടിയൊരു ഭംഗി ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ കാർഡ്ബോർഡ് ഭയങ്കര റോ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ 4 സൈഡിലും ഒരു പിങ്ക് കളർ ഹൈലൈറ്റർ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡിസൈൻസൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു സൈഡിൽ കൂടെ നമ്മളുടെ ഒരു ബ്ലാക്ക് കളർ പെന്നിട്ടിട്ട് ഡോട്ടഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റിക്കി നോട്ട്സും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പേപ്പറിൻ്റെ സൈഡിലോട്ട് ഞാനൊരു ഫിഗർ വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിഗേഴ്സ് വരച്ച് കൊടുക്കാം. ഈ ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ പിനിൻട്രസ്റ്റിൽ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് വരും. അതിൽ എന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള കുറച്ച് ഫിഗേഴ്സാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇത് നമുക്ക് റോ ആയിട്ട് വേണമെങ്കിലും എടുക്കാം, കാരണം ഇപ്പം വരയ്ക്കണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ കാർഡ്ബോർഡിൽ തന്നെ നമ്മൾ ചെയ്യണമെന്നില്ല. ഒരു ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ഒരു A4 സൈസ് പേപ്പർ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് റീയൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനൊരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ ഡിസൈൻസിലും ഞാനൊന്ന് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭംഗി നമുക്ക് കൂടുതലായിട്ട് തോന്നിയല്ലോ. അപ്പം എനിക്കെന്തായാലും ഇത് അത് വരച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലോ ടാപ്പ് എടുക്കുക. നമ്മുടെ ആ ഒരു ഷീറ്റിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും സെലോ ടാപ്പ് എടുക്കണം എന്നില്ല, കുറച്ചെടുത്താലും മതിയാവും. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ തന്നെ അടുത്തൊരു ടേപ്പും കൂടെ പേപ്പർ വെച്ചിട്ട് ടേപ്പും കൂടെ ഒട്ടിക്കുക. ഇത് സെയിം അലൈൻമെൻറ്റിലായിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ആ പേപ്പറിൽ ജസ്റ്റ് ഒരു നോട്ട് പോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു നോട്ടാണ്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് ടിയർ ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക. ഞാൻ പയ്യെ ടിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഇതുപോലെ കീറി പോകുമെന്നൊക്കെ. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും പറ്റിയില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ലുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.